പഞ്ചമഹായജ്ഞത്തിൽ അഞ്ചാമത്തേത് അവസാനത്തേത് ഭൂതയജ്ഞമാണ്. ഈ ഭൂമിയിൽ കേവലം മനുഷ്യർ മാത്രമല്ല വസിക്കുന്നത്. ഈ ഭൂമിയുടെ അവകാശികൾ മനുഷ്യർ മാത്രമല്ല, ഇവിടെയുള്ള ഓരോ സസ്യലതാദികളും പക്ഷിമൃഗാദികളും ഒക്കെ തന്നെ ഭൂമിയുടെ അവകാശികളാണ്. അപ്പോൾ നാം സ്വസ്ഥമായും സമാധാനപരമായും ആരോഗ്യപരമായും ജീവിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റിലുമുള്ള ഓരോ ചെറിയ പ്രാണികൾക്ക് കൂടി ആഹാരത്തെ കൊടുത്തുകൊണ്ടും അവയെ സംരക്ഷിച്ചുകൊണ്ടും വേണം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ. അങ്ങനെ ഭൂതയജ്ഞം നമുക്ക് നിറവേറ്റാം. ചുറ്റിലുമുള്ള ഓരോ ജീവജാലങ്ങളെയും അവർക്ക് അന്നത്തെ പ്രദാനം ചെയ്തുകൊണ്ട്, അവർക്ക് സംരക്ഷണ വലയം തീർത്തുകൊണ്ട് നമുക്ക് ഭൂതയജ്ഞം ചെയ്യാം. ഒന്നിനെയും ഹിംസിക്കരുത് എന്നാണ് പറയുന്നത്. അഹിംസയാണ് നമ്മുടെ ധർമ്മം എന്നാണ് ഭാരതീയ ഋഷീശ്വരന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ ജന്മമെടുത്തിട്ടുള്ള ഓരോ പക്ഷി മൃഗാദികളും വൃക്ഷലതാദികളും ഭൂമിയുടെ അവകാശികളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അവർക്കും ഇവിടെ കൃത്യമായിട്ടുള്ള സ്ഥാനമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒന്നിനെയും ഹിംസിക്കാതിരിക്കുക, ഒന്നിനെയും വധിക്കാതിരിക്കുക, എല്ലാത്തിനെയും സംരക്ഷിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അഹിംസ പരമോധർമ്മ എന്നാണ് ഋഷീശ്വരന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. പുരാണങ്ങളുടെ ഓരോ കഥകൾ എടുത്തു നോക്കുമ്പോൾ, ഉദാഹരണം കൈലാസം തന്നെ എടുത്തു നോക്കുമ്പോൾ, അവിടെ മനുഷ്യന്മാരും മൃഗങ്ങളും ചേർന്നാണ് വസിക്കുന്നത്. തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ കടികൂടുന്ന അല്ലെങ്കിൽ ഇല്ലാതെയാക്കുന്ന ഒന്നൊന്നിനെ ഇല്ലാതെയാക്കുന്ന മൂഷികനും സർപ്പവും കാളയും മയിലും എല്ലാ മൃഗങ്ങളും മനുഷ്യരും ഒത്തിണങ്ങിയ സ്ഥലമാണ് കൈലാസം എന്ന് പറയുന്നത്. അവിടെ ആരും തമ്മിൽ യാതൊരു വിധത്തിലുള്ള അടിയോ തർക്കങ്ങളോ ഒന്നും തന്നെയില്ല. എല്ലാവരും സന്തോഷപരമായിട്ട് തങ്ങളുടെ കർമ്മങ്ങൾ ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതുപോലെ നമ്മളുടെ ചുറ്റുപാടും ഓരോ കൈലാസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാ ജീവജാലങ്ങൾക്കും നന്മ പകർന്നു കൊടുത്തുകൊണ്ട്, നല്ലത് മാത്രം ചെയ്തുകൊണ്ട് ഭൂതയജ്ഞം കൂടി ചെയ്ത് പഞ്ചമഹായജ്ഞങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിത്യേന ചെയ്യുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വീടുകളിൽ വരുന്ന കാക്കകൾക്ക് അല്ലെങ്കിൽ പൂച്ചകൾക്ക് അല്പം ആഹാരത്തെ പ്രദാനം ചെയ്ത്, രാവിലെ വീട്ടിൽ കോലം വരച്ചുകൊണ്ട്, അരിപ്പൊടി കൊണ്ട് കോലം വരച്ചുകൊണ്ട് മണ്ണിനടിയിലുള്ള സൂക്ഷ്മ ജീവജാലങ്ങൾക്ക് അന്നത്തെ കൊടുത്തുകൊണ്ട് ഭൂതയജ്ഞം നിറവേറ്റാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പഞ്ചമഹായജ്ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാ സുകൃതികളായിട്ടുള്ളവർക്കും, ഈ ഭൂമിയിൽ ജന്മമെടുത്ത എല്ലാവർക്കും പഞ്ചമഹായജ്ഞങ്ങൾ ആചരിച്ച് ശ്രേഷ്ഠരാകുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.